ഹായ്, വെൽക്കം ടു ഫസ്റ്റ് ബൈറ്റ്. ഞാനിന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എന്നെ സംബന്ധിച്ച് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കുളത്തറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ടീം ഐലൻഡ് ഗ്രൂപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് യാത്രയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ജനിക്കാടെ ഫാമിലി, ജനിക്കാടെ ഉപ്പയുടെ ഫാമിലി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ഒരു 40ഓളം പേരാണ് ഹൗസ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം റിലാക്സ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് വെക്കേഷൻ. ഞങ്ങൾ ഏകദേശം 5 മണിക്കാണ് ബോട്ടിംഗ് പുറപ്പെട്ടത്. 5 മണി മുതൽ 7 മണി വരെയാണ് സമയം. ഇതിപ്പം കുളത്തറ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബോട്ടിംഗ് പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബേപ്പൂർ വരെയാണ് ഈ യാത്ര, 2 മണിക്കൂർ കൊണ്ട്. ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബോട്ട് കൂടി അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി, ഞങ്ങളുള്ള സമയത്ത് ഒരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അവർ ആ ചെറിയ ബോട്ടിൽ കയറി. അങ്ങനെ കുറച്ച് പാട്ടുകളും കുറേയേറെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കോഴിക്കോട് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് അറിയുന്നതും പോകുന്നതും. അതുകൊണ്ട് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു ചുറ്റിലുമുള്ള കാഴ്ചകൾ. ചാലിയാറിലൂടെയാണ് ഈ യാത്ര. നമ്മൾ നേരത്തെ കടന്നു വന്ന പാലമാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫറൂഖിലെ പഴയ പാലമാണ്. 1888 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച് ഇനോഗ്രേറ്റ് ചെയ്തതാണ് ഈ പാലം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് റെയിൽവേ പാലം കാണാം. നമ്മൾ ഫറൂഖ് സ്റ്റേഷനിൽ നിന്നും കല്ലായി എത്തുന്നതിന് മുമ്പുള്ള പാലം. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു പാലത്തിൻ്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്.
നമ്മളിപ്പോൾ ഏകദേശം ബേപ്പൂർ പോർട്ടൊക്കെ എത്തി തുടങ്ങി. കുറേ ബോട്ടുകൾ, ഫിഷ് ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് അത് ഇവിടെ നിന്ന് ഈ സമയത്ത് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇത് കോഴിക്കോട് തന്നെ ആണോ എന്ന് തോന്നിപ്പോയി, അതോ കൊച്ചിയാണോയെന്ന്. കൊച്ചിയിലൊക്കെ പോയപ്പോഴാണ് ഇതുപോലെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ വീഡിയോ ഇപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ആരൊക്കെ യാത്ര നടത്തിയിട്ടുണ്ടെന്നോ അറിയില്ല. എന്നാലും നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പ് നടത്തണം. അത് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബേപ്പൂർ ബീച്ചാണ്. ബേപ്പൂർ ബീച്ച് എന്ന് പറയുമ്പം ബേപ്പൂർ ആണ് എൻഡ്, റോഡിൻ്റെ എൻഡാണ് ബേപ്പൂരിലേക്ക് വരുമ്പം. അത് ബീച്ചാണ്. ഇപ്പോൾ ആളുകൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലവും ആളുകൾ വന്നിരിക്കാറുള്ള സ്ഥലമൊക്കെയാണ് നമ്മൾ ദൂരെ കാണുന്നത്. അതുപോലെ തന്നെ പുലിമുട്ടാണ് നീളത്തിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കടലാണ്. അതുവരെ നമുക്ക്, ആ തറ്റം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. പിന്നെ നമ്മൾ വലത് ഭാഗത്ത് കാണുന്നത് ബേപ്പൂർ പുലിമുട്ട്, ഇടത് ഭാഗത്ത് കാണുന്നത് ചാലിയം പുലിമുട്ടാണ്. ഇതുവരെ ഉള്ളൂ നമുക്ക് ബോട്ടുകൾക്കൊക്കെ പ്രവേശനം, കാരണം ഇതിനപ്പുറത്തേക്ക് കടലാണ്. ഇവിടുന്ന് ബോട്ട് തിരിച്ചിട്ട് നമ്മളൊരു തുരുത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം നമ്മൾ പുറപ്പെട്ട അവിടെ തന്നെയാണ് തുരുത്തും.
ചാലിയം ബേപ്പൂർ ജങ്കാറാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ചാലിയത്തു നിന്നും ആളുകളെ കയറ്റി ബേപ്പൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജങ്കാറ് നിർത്തിയിട്ടിരിക്കുന്നത്. കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബേപ്പൂർ ഉരു നിർമ്മാണശാലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ഉരു പുറം രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഫറോക്ക് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിനാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫറോക്കിൽ ഓട്ട് കമ്പനി, പിന്നെ മലബാർ ഗ്രൂപ്പിൻ്റെ മറീന കൺവെൻഷൻ സെൻറ്റർ അതൊക്കെ കാണുന്നുണ്ട്. ഏകദേശം 6:30 ആയി. നമ്മൾ എത്താറായി. ഇനി നമ്മൾ ഒരു 10 മണി വരെ തുരുത്തിലാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അവിടെ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വലിയമാട് തുരുത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഫുഡ് ഹട്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകളും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും അതുപോലെ തന്നെ പ്രയറിന് വേണ്ടിയിട്ട് റൂമും ഒക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ പാചകമൊന്നും ചെയ്തില്ല. നമ്മൾ അവരെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ പാട്ടും വിശേഷങ്ങളും ഒക്കെ തുടങ്ങിയത്. എല്ലാവരും അവിടെ വന്നു ഫ്രഷായി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा, क्या हुआ तेरा वादा, वो कसम वो इरादा. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു 10 മണി വരെ അടിച്ചു പൊളിച്ചു. ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഞാനും കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.